നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടക്കണമെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യമോ ആഗ്രഹമൊക്കെ സ്പീഡപ്പായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എനർജി ശേഖരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആകുമ്പോഴേ നമുക്ക് ഹൈലി വൈബ്രേഷനെ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാലോ, നമ്മളുടെ ആഗ്രഹങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മളുടെ വൈബ്രേഷനാണ്, നമ്മളുടെ ബോഡിയിൽ വരുന്ന വൈബ്രേഷനാണ്. അപ്പം ആ ഒരു വൈബ്രേഷൻ്റെ ശക്തി അനുസരിച്ചിരിക്കും നമ്മൾ ആകർഷിക്കുന്ന കാര്യം നമ്മളിലോട്ട് എത്തുക എന്നുള്ളത്. അപ്പം നമ്മൾ ഈ വൈബ്രേഷനെ വളരെ ഹൈ ആക്കണം. ഈ വൈബ്രേഷനെ ഹൈ ആക്കണമെങ്കിൽ എനർജി വേണം. ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണാണെങ്കിലും അത് വൈബ്രേഷനിൽ ഇട്ട് ഒരു കോളോ മെസ്സേജോ വരണമെങ്കിൽ ആ ഫോണിനകത്ത് ചാർജ് ഉണ്ടെങ്കിലാണ് അത് കൃത്യമായിട്ട് വൈബ്രേറ്റ് ചെയ്യുള്ളൂ, അല്ലേ? അതിനകത്ത് ചാർജ് ഇല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഫുൾ ചാർജ് ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനുള്ള ചാർജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളും ആവശ്യത്തിനുള്ള ചാർജ് ഉണ്ടെങ്കിലാണ് വൈബ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നത്? നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് അമിതമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. നിങ്ങളുടെ ഇമോഷണലി എക്സ്പ്രഷനുകൾ കുറയ്ക്കുക. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാശിയോ കരച്ചിലോ സങ്കടം ഇതിനെയൊക്കെ മാക്സിമം നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഒരുപാട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. പുറത്തിറങ്ങിയ ആളുകളോട് വല്ലാതെ വൾഗറായിട്ട് സംസാരിക്കാതിരിക്കുക. വെറുതെ ബഹളം വയ്ക്കാതിരിക്കുക. ശാന്തതയിലേക്ക് പോവുക. എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ആവശ്യമോ ആഗ്രഹവും നേടാനുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ടെക്നിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ നിശബ്ദത പാലിക്കുക. ആവശ്യത്തിന് മാത്രം ആളുകളോട് സംസാരിക്കുക. ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പോകാനോ അല്ലെങ്കിൽ അത് പൊതുവേദികളിലും മറ്റു സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനോ അഭിപ്രായം പറയാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ ഒന്നും പോകരുത്. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പരമാവധി നിശബ്ദമായിരിക്കുക. ആവശ്യത്തിന് മാത്രം നിങ്ങൾ സംസാരിക്കുക. അനാവശ്യമായിട്ട് സംസാരം, മറ്റുള്ള ബഹളം വെച്ചിട്ടുള്ള ആക്ടിവിറ്റികൾ, എനർജി ഫ്ലോ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റികളിൽ നിന്ന് നിങ്ങൾ ഒന്ന് നിശബ്ദത പാലിക്കുക, ഒന്ന് സംയമനം പാലിക്കുക. അങ്ങനെ ശാന്തതയിലോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അത്രയ്ക്കും വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഓരോ വാക്കിനും എനർജി ഉണ്ട്. നമ്മളൊരു വാക്ക് സംസാരിക്കുമ്പോൾ അത്രയും എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ എനർജി എല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ എനർജി എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആഗ്രഹത്തിന് ആവശ്യമായ വൈബ്രേഷനെ പുറപ്പെടുവിക്കാനും ആ വൈബ്രേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകാനായിട്ട് നിങ്ങളെ സഹായിക്കും. താങ്ക്